Hello students, now we will move to second part of our fast track revision. നമ്മൾ ഇന്നലെ ഒരു 11 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഡിസ്കസ് ചെയ്യാം. PMLA. PMLA നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ പറയുന്നത്. കാരണം നമുക്ക് ഈ ചാപ്റ്ററിന് 5 മാർക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണം. ബിക്കോസ് അത് ഏർണിംഗ് ഓഫ് ഇൻകം ഡിറൈവിംഗ് ഓഫ് പ്രോപ്പർട്ടി നമുക്കറിയാം ബൈ കമ്മിറ്റിംഗ് എ ഷെഡ്യൂൾഡ് ഓർ പ്രെഡിക്കേറ്റ് ഒഫൻസ്. ഷെഡ്യൂൾഡ് ഒഫൻസ് തന്നെ ചെയ്യണം, എന്നിട്ട് ഏൺ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് യു ആർ പ്രൊജക്ടിങ് ദ സെയിം ആസ് അൺടൈൻറ്റഡ് പ്രോപ്പർട്ടി. വൈറ്റ് ആയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്താൽ മാത്രമേ അത് എന്താവുള്ളൂ, മണി ലോണ്ടറിങ് ആവുള്ളൂ. അതല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏർണിംഗ് ഓഫ് ഇൻകം ഓർ ഡിറൈവിംഗ് എ പ്രോപ്പർട്ടി ബൈ സിംപ്ലി കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്. ഷെഡ്യൂൾഡ് ഒഫൻസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ സിഫണിങ് ഒഫൻസിനെ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് വേണം, കാരണം ഇത് പലതവണയായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്കിതിൽ ഈ ഷെഡ്യൂൾഡ് ഒഫൻസ് ഓർ പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് നമ്മൾ പറയുന്നത് അത് 3 പാർട്ടായിട്ടാണ്. ഷെഡ്യൂളിലെ 3 പാർട്ടാണ്. 29 പാരഗ്രാഫ്സ് ഓർ ആക്ട് ആണ് പാർട്ട് എയിലുള്ളത്. അതിൽ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്, നക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ NDPS ആണെങ്കിൽ പാരഗ്രാഫ് 2ലാണ് അല്ലെങ്കിൽ സെക്കൻഡ് ആക്ട് ആണ് NDPS പറയുന്നത്. NDPSലാണ് ഒരാൾ പണിഷബിൾ ആകുന്നത് എങ്കിൽ അവിടെ വരുന്ന പെനാലിറ്റി കൂടുതലാണ്. മിനിമം 3 years, മാക്സിമം 10 years ആണ്. ആൻഡ് ഫൈൻ വിത്തൗട്ട് എനി ലിമിറ്റ് ആണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 3 years ആൻഡ് മാക്സിമം 7 years ആണ്. ഫൈൻ വിത്തൗട്ട് എനി ലിമിറ്റ് ആണ്. ആ ഒരു ഡിഫറൻസ് ആണ് പണിഷ്മെന്റിലുള്ളത്. പണിഷ്മെന്റ് വിച്ച് ഇസ് എക്സ്പ്ലെയിൻഡ് ഇൻ സെക്ഷൻ 4 അതവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. NDPSലാണെങ്കിൽ മിനിമം 3 years, മാക്സിമം 10 years ആൻഡ് ഫൈൻ വിത്തൗട്ട് എനി ലിമിറ്റ്. മറ്റേതെങ്കിലും ഒഫൻസ് ആണെങ്കിൽ, അതായത് പാർട്ട് എയിലെ ബാക്കി 28 ആക്ട് ആവട്ടെ, പാർട്ട് ബിയിൽ 132 ഓഫ് കസ്റ്റംസ് ആണ്, അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ഇംപ്ലിക്കേഷനുള്ള പാർട്ട് C ആവട്ടെ, അവിടെ ഒക്കെ നമുക്ക് വരുന്നത് മിനിമം 3 years, മാക്സിമം 7 years ആണ്. ആൻഡ് ഫൈൻ വിത്തൗട്ട് എനി ലിമിറ്റ്. ഇവിടെ മാത്രമാണ് NDPSൽ മാത്രമാണ് നമുക്ക് 10 years വരുന്നത്. അത് വരാറുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ NDPS ആണെന്ന് കാണിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും നക്കോട്ടിക് ഡ്രഗ്സിനോ അല്ലെങ്കിൽ OPMനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫൈ ചെയ്യാറാണ് പതിവ്. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ഇപ്പോൾ മണി ലോണ്ടറിംഗിൽ നമുക്ക് 3 സ്റ്റേജ് ആണ്. ഒന്ന് പ്ലേസ്മെന്റ് ആണ്, ദെൻ ലെയറിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതിനാണ്. ആ ഫണ്ട് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് വരുന്നു. ഓക്കെ, ദെൻ ലെയറിംഗ് പറഞ്ഞാൽ കണ്ടിന്യൂസ് കൺവേർഷൻ, മൂവിങ് ഫണ്ട്സ് ടു ഡിസ്റ്റൻസ് ആണ്. തിരിച്ച് അത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് തന്നെ വരുന്നു. ത്രൂ റിയൽ എസ്റ്റേറ്റ് ആവാം, ലക്ഷറി അസറ്റ്സ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആവാം. ദിസ് ഇസ് നോൺ ആസ് ഇന്റഗ്രേഷൻ. ദെൻ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി 2 subsection 1 WA. ഇപ്പം നമുക്ക് ഇവിടെ അറിയാം, ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ബാങ്ക്സോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇന്റർമീഡിയറീസോ അല്ലെങ്കിൽ എനി അതർ കൺസേൺ പേഴ്സൺ ആണ് നമ്മളുടെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ഒബ്ലിഗേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രിസ്ക്രൈബ് ട്രാൻസാക്ഷൻ വാല്യൂവിന് മുകളിൽ വന്നാൽ റിപ്പോർട്ട് ചെയ്യണം. ദെൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എടുത്തു വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് സെക്ഷൻ 12ലാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ ഒബ്ലിഗേഷൻ നമ്മൾ പറയുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരാറുണ്ട്. ദെൻ STR ആണ്, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് എലമെന്റ് ഓഫ് ക്രൈം ഉണ്ടോന്നോ, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടോന്നോ, അല്ലെങ്കിൽ ബോണഫൈഡ് പർപ്പസ് അല്ല, റാഷണൽ ഒബ്ജക്റ്റ് ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ആണ് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, then we'll move to the chapter 14 of Companies Act, inspection, inquiry and investigation. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് സാധാരണ. ഓക്കെ, അപ്പോൾ 206 മുതൽ 209 വരെയുള്ള പോർഷൻ അത് ഇൻസ്പെക്ഷൻ ഇൻക്വയറിയുമായി ബന്ധപ്പെട്ടതാണ്, വിച്ച് വിൽ ബി ഡൺ ബൈ ROC ഓർ ദ ഇൻസ്പെക്ടർ ഹു ഇസ് അപ്പോയിന്റഡ് ബൈ ROC. ഓക്കെ, ഇനി അതിനുശേഷമാണെങ്കിൽ ROC 208 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആ റിപ്പോർട്ടിന്റെ ബേസിലാണ് സെൻട്രൽ ഗവൺമെന്റ് വിൽ ഡിസൈഡ് വെദർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ടു ബി കണ്ടക്റ്റഡ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മേ ബി അണ്ടർ സെക്ഷൻ 210 സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നതാവാം, 212 SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവാം, ദെൻ അതേപോലെ തന്നെ NCLTയുടെ 213 ആവാം. Then 2 investigations are also there. One is related to membership 216 and related companies 290. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ROC അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ഇൻക്വയറി ആണെങ്കിൽ പാസ്റ്റ് പീരീഡിലെ ഇൻസ്പെക്ഷൻ ഇൻക്വയറി നടക്കുമ്പോൾ ആ പീരീഡിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസിനും അവിടെ ലയബിലിറ്റി ഉണ്ട്.
206 അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻസ്പെക്ഷനോ ഇൻക്വയറി ROC നടത്തുമ്പോൾ പാസ്റ്റ് പീരീഡിലെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന എംപ്ലോയീസിനും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദെൻ അതിൽ വരുന്ന ഒരു സംഭവമാണ് സെർച്ച് ആൻഡ് സീഷർ ഉണ്ടല്ലോ. സെർച്ച് ആൻഡ് സീഷറിൽ നമ്മൾ 209 നമ്മൾ പറയുന്നുണ്ട്, 220 ഉണ്ട് നമുക്ക്. അപ്പോൾ ഇൻസ്പെക്ഷൻ ഇൻക്വയറിയുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് ആൻഡ് സീഷർ പറയുന്നത് 209 അതിൽ കോമൺ ഗ്രൗണ്ട് ആണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ റെക്കോർഡ്സ് ഡിസ്ട്രോയ് ആവുമെന്നോ മ്യൂട്ടിലേഷൻ, ആൾട്രേഷൻ, ഫോൾസിഫൈ, സീക്രട്ടഡ് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കോർട്ടിന്റെ അപ്രൂവലോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെർച്ച് ആൻഡ് സീഷർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ സെർച്ച് ചെയ്ത് സീസ് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ 180 ഡേയ്സ് വരെയാണ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ 180 ഡേയ്സ് കഴിഞ്ഞാൽ ഫർദർ 180 ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് 209. ഇനി 220 ഇൻവെസ്റ്റിഗേഷൻ സെർച്ച് ആൻഡ് സീഷർ പറയുമ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന 180 ഡേയ്സിന്റെ പ്രൊവിഷൻ പറയുന്നില്ല. അതേപോലെ തന്നെ സ്പെഷ്യൽ കോർട്ടിന്റെ അപ്രൂവലും നമ്മൾ അവിടെ പറയുന്നില്ല. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പൊ 220 സെർച്ച് ആൻഡ് സീഷറും 209 സെർച്ച് ആൻഡ് സീഷറും ഇതും ചിലപ്പോൾ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നൗ വിൽ മൂവ് ടു കോംപ്രമൈസ്, അറേഞ്ച്മെന്റ് ആൻഡ് അമാൽഗമേഷൻ. അപ്പോൾ കോംപ്രമൈസ് നമുക്കറിയാം, ഒരു കമ്പനി മെമ്പേഴ്സ് തമ്മിലോ കമ്പനി ക്രെഡിറ്റേഴ്സ് തമ്മിലോ ആയിരിക്കും കോംപ്രമൈസ് അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോംപ്രമൈസ് അറേഞ്ച്മെന്റ് അമാൽഗമേഷനിൽ വരുന്ന മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാവ് ബീൻ ആസ്ക്ഡ് ഇസ് റിലേറ്റഡ് ടു സെക്ഷൻ 230, അപ്രൂവൽ റിലേറ്റഡ് ആണ്. അപ്പോൾ NCLTക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോർ കോംപ്രമൈസ് ഓർ അറേഞ്ച്മെന്റ്. അപ്പോൾ NCLT വിൽ ബി ഓർഡറിംഗ് ടു ഹോൾഡ് ദ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അതിൽ അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, പ്ലീസ് നോട്ട്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇഫ് ദ അപ്രൂവൽ ഹാസ് ടു ബി ഗ്രാൻറ്റഡ് ബൈ NCLT, the meeting which is conducted by creditors or members should have the requisite majority. എങ്ങനെയാണ് ആ മെജോറിറ്റി വരുന്നത്? എത്ര പേര് ഇൻ ഫേവർ വോട്ട് ചെയ്തിട്ടുണ്ട്, എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തവരുടെയും ഫേവറിൽ വോട്ട് ചെയ്തവരുടെയും ആഡ് ചെയ്തിട്ട് ആ നമ്പറിന്റെ മെജോറിറ്റി അപ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് അവിടെ അബ്സ്റ്റെയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും, പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും, അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ മീറ്റിംഗിൽ വന്നിട്ടുള്ളത് ഒരു 200 പേരാ വിചാരിക്കൂ. ഓക്കെ, അതിൽ ഫേവറിൽ എത്ര പേരുണ്ട്? ഒരു 100 മെമ്പേഴ്സ് ഫേവറിലും ഒരു 50 മെമ്പേഴ്സ് എഗെയിൻസ്റ്റും ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ദെൻ ഒരു 50 മെമ്പേഴ്സ് എന്ത് ചെയ്തു? അബ്സ്റ്റെയിൻ ചെയ്തു. 200 പേര് വന്നതിൽ 50 പേര് എന്ത് ചെയ്തു? അബ്സ്റ്റെയിൻ ചെയ്തു. ഇവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. 150 അല്ലേ ടോട്ടൽ വോട്ട്സ് വരുന്നത്? 100 + 50 അല്ലേ വരുന്നത്? 100 ഫേവറിലും എഗെയിൻസ്റ്റ് വന്നിട്ടുള്ളത് 50 അല്ലേ? അപ്പോൾ അതിന്റെ ടോട്ടൽ എത്രയാ? 150 ആണ്. 150യുടെ മെജോറിറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ 150യുടെ പകുതി എത്രയാണ്? 75 ആണ്. 75നേക്കാൾ കൂടുതൽ ഫേവറിൽ വന്നാൽ മതി. എത്ര വന്നിട്ടുണ്ട്? നമുക്ക് 100 വന്നിട്ടുണ്ട്. മിനിമം 76 എങ്കിലും വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ഓക്കെയാണ്. ആ അപ്രൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ 100 പേര് അപ്രൂവ് ചെയ്തു എന്നല്ലേ പറയുന്നത്, അവരുടെ കയ്യിൽ വാല്യൂന്റെ ടോട്ടൽ വാല്യൂന്റെ പെയ്ഡപ്പിന്റെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂന്റെ 3/4 വാല്യൂ ഉണ്ടാവണം. ഓക്കെ, അതായത് ഈ 150 ആളുകളല്ലേ വന്നിട്ടുള്ളത്, ആ 150 ആളുകളുടെ വാല്യൂ എത്രയാന്ന് നോക്കണം, ഷെയർ ക്യാപിറ്റൽ എത്രയാന്ന് നോക്കണം. അപ്പോൾ സപ്പോസ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ 150 ആളുകളുടെയും ടോട്ടൽ 10 lakh ആയിരുന്നു എങ്കിൽ അവരുടെ 7,50,000 വാല്യൂ ഈ പറയുന്ന 100 ആളുകൾക്ക് ഉണ്ടാവണം. എന്നാലാണ് അവിടെ അപ്രൂവൽ എടുക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ക്യുമുലേറ്റീവ് ആണ്. ഈ രണ്ട് കണ്ടീഷനും ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അബ്സ്റ്റെയിൻ ചെയ്ത ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ് മൈൻഡിൽ നോട്ട് ചെയ്യേണ്ടത്. ദെൻ വി ആർ ഹാവിംഗ് സെക്ഷൻസ് റിലേറ്റഡ് ടു അമാൽഗമേഷൻ. സെക്ഷൻ 232 സെയിം പ്രൊസീജിയേഴ്സ് ആണ്. ഒരു CA ഫോമിന്റെ ഫയലിംഗ് മാത്രമേ ഉള്ളൂ, CA 8ന്റെ ഫയലിംഗ് മാത്രമേ ഉള്ളൂ. ഫാസ്റ്റ് ട്രാക്ക് മെർജർ ആൻഡ് അമാൽഗമേഷൻ, സ്മോൾ കമ്പനീസ്, ദെൻ സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, അതേപോലെ തന്നെ സ്മോൾ ആൻഡ് സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിൽ അത് നേരെ ഇങ്ങോട്ട് പോകണ്ട, NCLTയിലോട്ട് പോകണ്ട, അത് ROC ഒഫീഷ്യൽ ലിക്വിഡേറ്റർ വഴി സെൻട്രൽ ഗവൺമെന്റ് വഴിയായിരിക്കും അതിന്റെ അപ്രൂവൽ വരുന്നത്. ദെൻ ക്രോസ് ബോർഡർ മെർജർ ആൻഡ് അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആൻഡ് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി. അങ്ങനെയാണെങ്കിൽ RBI അപ്രൂവൽ ആണ് എക്സ്ട്രാ വേണ്ടത്, വേറെ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ആണ് കോമൺ ആയിട്ട് വരാറുള്ളത്. ഈ അപ്രൂവലിന്റെ കേസ് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ നൗ വിൽ മൂവ് ടു പ്രിവെൻഷൻ ഓഫ് ഒപ്രഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുള്ള ഒരു സംഭവമാണ് ഫോഴ്സ് വേഴ്സസ് ആർബോട്ടൽ. കമ്പനിയുടെ ഇന്റേണൽ കാര്യങ്ങളിൽ കോടതി NCLT വിൽ നോട്ട് ബി ഇന്റർവീനിങ് ഇൻ ദ ഇന്റേണൽ മാറ്റേഴ്സ് ഓഫ് ദ കമ്പനി. പക്ഷേ
ചില കാര്യങ്ങളിൽ കമ്പനിയിലെ എന്ത് ചെയ്യും, ഇടപെടും. ഏതൊക്കെയാണ്? അൾട്രാ വയേഴ്സ് ആണെങ്കിൽ, ഫ്രോഡ് ഓൺ മൈനോറിറ്റി ആണെങ്കിൽ, റോങ് ഡുവേഴ്സ് ഇൻ കൺട്രോൾ ആണെങ്കിൽ, ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ് ആണെങ്കിൽ, ഇൻഫ്രിഞ്ച്മെന്റ് ആണെങ്കിൽ, ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് റൈറ്റ് ഓഫ് എനി മെമ്പർ ആണെങ്കിൽ, മെമ്പേഴ്സിനെ ഒപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ NCLT ഇടപെടും. അപ്പൊ ഇടപെടുമ്പോൾ NCLTയിലേക്ക് മെമ്പേഴ്സിന്, ഒപ്രസ് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഫോഴ്സ് വേഴ്സസ് ആർബോട്ടിൽ സാധാരണ എന്താ പറയുന്നത്, കമ്പനിയുടെ ഇന്റേണൽ കാര്യങ്ങളിൽ മെമ്പേഴ്സ് പറയാണ് മറ്റേ മെമ്പർ പ്രശ്നമാണ്, മറ്റേ ഡയറക്ടർ പ്രശ്നമാണ് പറഞ്ഞാൽ NCLT യൂഷ്വലി വിൽ നോട്ട് ഇന്റർവീൻ ആസ് പെർ ദ ഡിസൈഡഡ് കേസ് ലോ ഓഫ് ഫോഴ്സ് വേഴ്സസ് ആർബോട്ടിൽ. പക്ഷേ ഇൻ കേസ് ഓഫ് ഓപ്പറേഷൻ മിസ്മാനേജ്മെന്റ് ആണെങ്കിൽ, ഒരു മെമ്പറിനെ ബാക്കി എല്ലാവരും കൂടി സപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര പേര് അപ്ലൈ ചെയ്താലാണ് NCLT ആ പറയുന്ന ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്? 241 ഓപ്പറേഷൻ പറയുന്നത്, 244 റിക്വസിറ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ 100 മെമ്പേഴ്സ് ആവണം, അല്ലെങ്കിൽ 10% ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ആവണം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്, എത്ര പേര് അപ്ലൈ ചെയ്തു എന്നല്ലേ പറയുന്നുണ്ടാവുക എക്സാമിൽ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. 100 ആണോ ആ കമ്പനിയുടെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 10% ആണോ കുറവ് എന്ന് നോക്കുക. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ആ കമ്പനിയിൽ 50 മെമ്പേഴ്സ് ഉള്ള കമ്പനി ആണെങ്കിൽ 100 ആണോ 50 മെമ്പേഴ്സിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മെമ്പേഴ്സ് ആണ്. വിച്ച് എവർ ഇസ് ലെസ് എടുക്കുക. ഏതാണ്? 5 ആണ്. ഇനി നമ്മൾ നോക്കുക, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ ഈ പറയുന്ന 5-ൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ദാറ്റ് മീൻസ് സപ്പോസ് ആപ്ലിക്കേഷൻ കൊടുത്തത് 3 ആൾക്കാരാന്ന് വിചാരിക്കൂ. നമ്മളിപ്പോൾ എങ്ങനെയാണ് നോക്കിയത്? 100 ഓർ 5 വിച്ച് എവർ ഇസ് ലെസ് എന്ന് പറഞ്ഞാൽ 5 പേരെങ്കിലും അപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ 3 പേരല്ലേ ആകെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അടുത്തത് കൂടി എടുക്കണം. അപ്പം മാത്രമേ നമ്മൾ ഈ മൂന്നാമത്തെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ 3 ആളുകളുടെ കയ്യിൽ 10% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് എഴുതരുത്. NCLT is having a special power to waive off the minimum requirement. NCLT ഒരാൾ പറഞ്ഞതും NCLT ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ചെയ്യില്ല എന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതണ്ട, മേ എന്നുള്ളത് യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, NCLTക്ക് വേവ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നും മെൻഷൻ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു ഒരു തവണ വന്നൊരു ക്വസ്റ്റൻ ഉണ്ട്, ലാക്ക് ഓഫ് പ്രോബിറ്റി ആൻഡ് ഫെയർ ഡീലിംഗ് ആയിരിക്കും ഒപ്രഷൻ. അപ്പോൾ ഒരു തവണ വന്ന ക്വസ്റ്റൻ ആണ്, ഡിവിഡൻഡ് ഒരു കമ്പനി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് മെമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതൊന്നും ഒപ്രഷൻ ആവണമെന്നില്ല. ആണോ അല്ലേന്ന് നിങ്ങൾ വിധി എഴുതണ്ട, അത് ലാക്ക് ഓഫ് പ്രോബിറ്റി ഫെയർ ഡീലിംഗ് ആണ് എന്തിൽ വരുള്ളൂ? ഒപ്രഷൻ ആയിട്ട് വരുള്ളൂ എന്ന് മെൻഷൻ ചെയ്യുക. ഡോണ്ട് മേക്ക് എനി ജഡ്ജ്മെന്റ് ഇൻ യുവർ ആൻസേഴ്സ്. വിധി നിങ്ങളായിട്ട് എഴുതണ്ട, അത് അവരുടെ കോർട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ വരും എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഓപ്പറേഷൻ മിസ്മാനേജ്മെന്റിൽ വരുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അത് ഒരാളാണെങ്കിൽ പോലും NCLTക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഡിസീസ്ഡ് മെമ്പർ ആണെങ്കിൽ, ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ലീഗൽ എയറിന് കൊടുക്കാം, ഈവൻ ദോ ഹിസ് നെയിം ഇസ് നോട്ട് ഇൻ ദ രജിസ്റ്റർ. ഓക്കെ, കുറച്ച് ആളുകൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. സ്റ്റിൽ ദ ആപ്ലിക്കേഷൻ ഇസ് മെയിൻറ്റെയിനബിൾ. അതായത് 3 പേര് കൊടുത്തു പറഞ്ഞില്ലേ, അത് NCLT ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2 പേര് വിഡ്രോ ചെയ്താലും ദാറ്റ് ഇസ് സ്റ്റിൽ ആക്സെപ്റ്റബിൾ. അത് ആക്സെപ്റ്റബിൾ തന്നെയാണെന്നുള്ളതാണ് പ്രൊവിഷൻ. ഓക്കെ, ദെൻ നൗ വിൽ മൂവ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സർഫാസി ആക്ട് 2002. ഇപ്പോൾ സർഫാസിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഗ്രാഫ് തന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്നതാണ്. ബോറോവർ ഉണ്ടാവും, ദെൻ ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ബാലൻസ് ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി NPA ആവുന്ന വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ദേ വിൽ ബി സെല്ലിംഗ് ടു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി വിച്ച് ഇസ് നോൺ ആസ് അസറ്റ് റീകൺസ്ട്രക്ഷൻ. ഓക്കെ, ARC ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു? ദേ വിൽ ബി ഗിവിംഗ് ദ എമൗണ്ട് ടു ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നൗ ദ ബോറോവർ വിൽ ബി മേക്കിംഗ് ദ പേയ്മെന്റ് ടു ARC. ഓക്കെ, ARC ചെലവായിട്ടുള്ള എമൗണ്ടിന് എന്ത് ചെയ്യുന്നു? ദേ വിൽ ബി റേസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ക്വാളിഫൈഡ് ബയേഴ്സ്. ഇൻഷുറൻസ് കമ്പനിന്നോ ബാങ്കിന്നോ അവർ റേസ് ചെയ്യുന്നു, വിച്ച് ഇസ് നോൺ ആസ് സെക്യൂരിറ്റൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അസറ്റ് റീകൺസ്ട്രക്ഷൻ്റെ മെഷേഴ്സ് നമുക്കറിയാം, സെക്ഷൻ 9 പഠിച്ചിട്ടുണ്ട്. അസറ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് ചേഞ്ച് ഇൻ മാനേജ്മെന്റ് ചെയ്യാം, സെയിൽ ഓർ ലീസ് ഓഫ് ബിസിനസ് ചെയ്യാം, റീഷെഡ്യൂൾ ചെയ്യാം, എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ചെയ്യാം, സെറ്റിൽമെന്റ് ഓഫ് ഡ്യൂസ് ചെയ്യാം. ഓക്കെ, ടേക്ക് ഓവർ പൊസഷൻ ചെയ്യാം, ടേക്ക് ഓവർ മാനേജ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺവേർട്ടിംഗ് ഡെപ്റ്റ് ഇൻ ടു ഇക്വിറ്റി ഒക്കെ ചെയ്യാം. ഇനി എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ സെക്ഷൻ 13 പറയുന്നത് NPA ആയി കഴിഞ്ഞാൽ വി വിൽ ബി സെൻഡിങ് എ നോട്ടീസ്. ഓക്കെ, ആ നോട്ടീസിൽ നമ്മൾ എന്താ പറയുന്നത്? 60 ഡേയ്സിൻ്റെ ഉള്ളിൽ പേയ്മെന്റ് ചെയ്യാൻ പറയുന്നു. ഇഫ് ദ പേയ്മെന്റ് ഇസ് നോട്ട് മെയ്ഡ് ഇൻ 60 ഡേയ്സ്, ആക്ട് പറയുന്നത് വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് കോർട്ട് ഓർ ട്രിബ്യൂണൽ അത് എൻഫോഴ്സ് ചെയ്യാമെന്നാണ്. ടേക്ക് ഓവർ ദ പൊസിഷനോ അപ്പോയിന്റിംഗ് മാനേജറോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ NPA ശ്രദ്ധിക്കണം. NPA പറഞ്ഞാൽ 90 days ആയിട്ട് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ ഓവർ ഡ്യൂ ആണെങ്കിൽ അതാണ് നോൺ പെർഫോമിംഗ് അസറ്റ് പറയുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്. അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് നമ്മുടെ ആ ചാപ്റ്ററിൽ ഒരുവിധം എല്ലാ പോർഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പീഡിൽ പോവാം. ലൊക്കേഷൻ, എവിടെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? രജിസ്റ്റേർഡ് ഓഫീസ് ഓർ എനി അതർ പ്ലേസ് ഇൻ ഇന്ത്യ. മാനർ, ഫിസിക്കൽ ഓർ ഇലക്ട്രോണിക്. എത്ര പീരീഡ് ആണ്? 8 years ആണ്. ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റുന്നത് ഡയറക്ടേഴ്സിന് മാത്രമാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആണ് 129 പറയുന്നത്. ഷെഡ്യൂൾ 3 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് കംപ്ലൈ ചെയ്യണം, ട്രൂ ആൻഡ് ഫെയർ ആവണം. റീഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കോർട്ട് ഓഫ് ട്രിബ്യൂണലിന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ഓൺ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സെബി, അതർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എക്സെട്ര. വൺസ് ആണ് റീകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വോളണ്ടറി റിവിഷൻ ഓഫ് ഫൈനാൻഷ്യൽസ് ആൻഡ് യുവർ ബോർഡ്സ് റിപ്പോർട്ട് വൺസ് ഇൻ 3 years. ഒരു വർഷത്തിൽ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു അപ്ലൈ ടു ട്രിബ്യൂണൽ. നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഫോർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? ICAI റെക്കമെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് റിവ്യൂ ബൈ NFRA ആൻഡ് ഇറ്റ് വിൽ ബി നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ്. ബോർഡ്സ് റിപ്പോർട്ട് ആൻഡ് സൈനിങ് 134 കണ്ടന്റ് നമ്മൾക്കറിയാം. CSR പ്രൊവിഷൻ ഒന്നെങ്കിൽ നെറ്റ് വർത്ത് 500 CR ഓർ അബവ്, ടേൺ ഓവർ 1000 CR ഓർ അബവ്, നെറ്റ് പ്രോഫിറ്റ് 5 CR ഓർ അബവ്. ദെൻ സർക്കുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോർമലി 21 days മുന്നേ നമ്മൾ സർക്കുലേറ്റ് ചെയ്യണം. ലിസ്റ്റഡ് ആണെങ്കിൽ പീരീഡ് ഓഫ് 21 days അത് അവൈലബിൾ ആക്കിയാൽ മതി. ഫയലിംഗ് വിത്ത് ROC 30 days ഉള്ളിൽ ചെയ്യണം. 30 days ഉള്ളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ദാറ്റ് മീൻസ് യുവർ ഫൈനാൻഷ്യൽസ് ആർ നോട്ട് അഡോപ്റ്റഡ്, പ്രൊവിഷണൽ ഫയലിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിലിറ്റി ടു ലിസ്റ്റഡ് കമ്പനീസ്, പ്രിസ്ക്രൈബ്ഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. ഓക്കെ, ദെൻ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെന്റ് ബൈ ഗവൺമെന്റ് കമ്പനി, കമ്പനീസ് അതർ ദാൻ ഗവൺമെന്റ് കമ്പനി. സബ്സിക്വന്റ് ഓഡിറ്റർ അപ്പോയിൻമെന്റ് 139 സബ്സെക്ഷൻ 1 സബ്സിക്വന്റ് ഓഡിറ്റർ അതർ കമ്പനീസിന്റെ ആണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അവരുടെ റൊട്ടേഷൻ നമ്മൾ പറഞ്ഞു. റൊട്ടേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസിൽ നമ്മൾ എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 year കഴിഞ്ഞാൽ, 1 term of 5 year കഴിഞ്ഞാൽ കൂൾ ഓഫ് ആണ്. അല്ലെങ്കിൽ 2 term of കോൺസിക്യൂട്ടീവ് 5 years കഴിഞ്ഞാൽ കൂൾ ഓഫ് ആണ്. ദെൻ അതേപോലെ തന്നെ ഇഫ് 2 or more ഓഡിറ്റ് ഫേംസ് ആർ ഹാവിംഗ് കോമൺ പാർട്ട്നേഴ്സ്, അവർ ഒരു ഓഡിറ്റ് ഫേമിന്റെ ടെന്യൂർ കഴിഞ്ഞാൽ മറ്റേ ഫേമിന് ആവാൻ പറ്റില്ല. Then incoming auditor should not be related to associated with outgoing auditor under same network of audit firms. Then ഒരു ഓഡിറ്റ് ഫേമിൽ സൈൻ ചെയ്യുന്ന ഒരു ഓഡിറ്റർ റിസൈൻ ചെയ്ത് മറ്റൊരു ഓഡിറ്റ് ഫേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇനെലിജിബിലിറ്റി നമ്മൾ പറയുന്നുണ്ട്. ദെൻ വി ആർ ഹാവിംഗ് റെസിഗ്നേഷൻ, റിമൂവൽ ഓഫ് ഓഡിറ്റർ, സ്പെഷ്യൽ നോട്ടീസ് വേണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ 141 സബ്സെക്ഷൻ 3, ബോഡി കോർപ്പറേറ്റ്, ദെൻ ഓഫീസർ, എംപ്ലോയി ഓഫ് കമ്പനി എക്സെട്ര. റെമ്യൂണറേഷൻ ടു ഓഡിറ്റേഴ്സ് നമുക്കറിയാം. പവേഴ്സ് ഓഫ് ഓഡിറ്റർ, ഓഡിറ്റർ നോട്ട് ടു റെൻഡർ സെർട്ടൺ സർവീസ്. നിങ്ങൾ ഈ ഓഡിറ്റ് എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, മീൻസ് ഒരു പേപ്പർ 50 മാർക്കിന്റെ പഠിക്കുന്നുണ്ട്, ഇത് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും. സൈനിങ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, അറ്റൻഡിങ് AGM, ദെൻ പണിഷ്മെന്റ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, ദെൻ വിൽ മൂവ് ടു, ഇതൊരു ചെറിയൊരു പോർഷനാണ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ പറയുന്നത്. ഇറ്റ്സ് എ വെരി വെരി സ്മോൾ പോർഷൻ. ആ സ്മോൾ പോർഷനിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും വരാറുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, സോ ഫോറിൻ കമ്പനി പറഞ്ഞ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഉണ്ടാവണം. ഒന്നെങ്കിൽ നേരിട്ടാവാം, ഏജന്റ് വഴി ആവാം, ഫിസിക്കൽ ഓർ ഇമോഡ് ആവാം. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഷെയർ രജിസ്ട്രേഷൻ ഓഫീസും ഷെയർ ട്രാൻസ്ഫർ ഓഫീസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും പ്ലേസ് ഓഫ് ബിസിനസ് എന്നാണ് പറയുക. ആൻഡ് ദേ ആർ കണ്ടക്ടിങ് എനി അതർ ആക്ടിവിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ആൻഡ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് ഹാവിംഗ് ദ മീനിങ് ഓഫ് ഓർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലും അവിടെ ഫോറിൻ കമ്പനി ആയിട്ട് മാറും. ഇപ്പോൾ ഫോറിൻ കമ്പനിക്ക് അപ്ലിക്കബിൾ ആകുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് 82, 86, 92, 93 ആണ്. ദെൻ ഏതെങ്കിലും ഒരു ഫോറിൻ കമ്പനിയുടെ 50% ഓർ മോർ പെയ്ഡ് അപ്പ് ഇസ് ഹെൽഡ് ബൈ ഇന്ത്യൻ സിറ്റിസൺസ് ഓർ കമ്പനീസ് ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഓർ ജോയിൻലി ബൈ ഇന്ത്യൻ സിറ്റിസൺസ് ആൻഡ് കമ്പനീസ് ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, അവർക്ക് ഈ ചാപ്റ്റർ 22 മുഴുവൻ ആപ്ലിക്കബിൾ ആവും. ചാപ്റ്റർ 22 വിൽ ബി ആപ്ലിക്കബിൾ. സച്ച് അതർ പ്രൊവിഷൻസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് വിൽ ബി ആപ്ലിക്കബിൾ ആസ് ഇഫ് ദേ വർ എൻ ഇന്ത്യൻ കമ്പനി. അപ്പോൾ ഞാൻ അപ്പോഴും പറയാറുണ്ട്, സ്ട്രിക്ട്നെസ് ആണ് അവിടെ. ഇന്ത്യൻ കമ്പനീനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നോ ആ രീതിയിൽ അവർക്കും ആപ്ലിക്കബിൾ ആവുന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ദെൻ വിൽ മൂവ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സൈബർ ലോ. ഓക്കെ, സൈബർ ലോയിൽ നമ്മൾ നോക്കുന്ന 3 ചാപ്റ്റേഴ്സ് ആണ്. 5 marks ആണ് നമുക്കറിയാം. ഒന്ന് സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റയുടെ ആണ്. പേഴ്സണൽ ഡേറ്റ പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ആവുന്ന പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്.
സെൻസിറ്റീവ് പറഞ്ഞാൽ വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ബയോമെട്രിക്സ്, ഹൈറ്റ്, വെയ്റ്റ്, ദെൻ ഫിസിക്കൽ മാറ്റേഴ്സ് എക്സെട്ര. ഇതൊക്കെയാണ് പാസ്വേഡ്, ATM പിൻസ് എക്സെട്ര ഒക്കെയാണ് നമ്മുടെ സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പോളിസി ഉണ്ടാവണം, അത് പോളിസി ഡ്രാഫ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം, നമ്മുടെ കൺസെന്റ് വാങ്ങണം. യു ഷുഡ് നോട്ട് ഗിവ് ദ സെയിം ടു എനി തേർഡ് പാർട്ടി വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ദ പേഴ്സൺ ഹു ഇസ് പ്രൊവൈഡിങ് ദ ഡേറ്റ എക്സെട്ര. ദെൻ ബിസിനസ് ഇന്റലിജൻസ് നമ്മൾ പറയുന്നുണ്ട്, അതിന്റെ ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്, അഡ്ഹോക്ക് ഇന്റലിജൻസ് ഉണ്ട്, ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ഉണ്ട്, then mobile BI, real time BI, operational intelligence, then open source business intelligence, embedded, then collaborative, locational, etc. Then we are having a chapter, ഇതൊരു സ്മോൾ ചാപ്റ്റർ ആണ്, സൈബർ ക്രൈം എന്ന് പറയുന്നത്. നമ്മൾ എഗെയിൻസ്റ്റ് പേഴ്സൺ ഉള്ള സൈബർ ക്രൈം ഉണ്ട്. സൈബർ ക്രൈം പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് യൂസ്ഡ് ആസ് ടൂൾ. ഒന്നെങ്കിൽ ടൂൾ ആയിരിക്കാം, ടാർഗറ്റ് ആവാം, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റി ആവാം. അപ്പോൾ എഗെയിൻസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഫോൺ ചെയ്തിട്ടൊക്കെ ഭീഷണിയൊക്കെ പെടുത്തില്ലേ, സൈബർ സ്റ്റോക്കിംഗ് ആവാം, ഇൻഡീസെന്റ് എക്സ്പോഷർ, ഒബ്സീനിറ്റി ആവാം, ദെൻ ഡിഗ്നിറ്റി ലോവറിംഗ്, ദാറ്റ് മീൻസ് ഡിഫമേഷൻ ആവാം, ഹാക്കിംഗ്, ക്രാക്കിംഗ് അൺഓതറൈസ്ഡ് ആക്സസ്. ക്രാക്കിംഗ് പറഞ്ഞാൽ മോഷണമാണ്, ഹാക്കിംഗ് അൺഓതറൈസ്ഡ് ആക്സസ് ആണ്. സ്പൂഫിംഗ്, ആക്ട് ഓഫ് ഡിസ്ഗൈസിങ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ലേ, ദാറ്റ് മീൻസ് ഇവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആക്ട് ഓഫ് ഡിസ്ഗൈസിങ് കമ്മ്യൂണിക്കേഷൻ ആണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ദെൻ കാർഡ് ഫ്രോഡ്സ് ആവാം, ഫ്രോഡ് ഓർ തെറ്റ്. സ്ക്വാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ IPRലൊക്കെ വ്യത്യാസം വരുത്തുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് പോലത്തെ വേറൊരു കമ്പനി തുടങ്ങും, മീൻസ് വേറെ വെബ്സൈറ്റ് തുടങ്ങി ഈ കമ്പനിയിൽ നിന്ന് ഓഫർ വരുന്നു എന്നൊക്കെ പറഞ്ഞു, ടാറ്റ മോട്ടോഴ്സ് നിങ്ങൾക്ക് ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെയിൽ വരില്ല നിങ്ങൾക്ക്, അതേപോലത്തെ സംഭവമാണ് സ്ക്വാറ്റിംഗ്. വാൻഡലിസം പറഞ്ഞാൽ ഇത് ക്രാക്കിങ്ങിന്റെ മറ്റൊരു രൂപമാണ്, എക്സ്റ്റേണൽ പാർട്ടി വിച്ച് ഇസ് ഡിസ്ട്രോയിങ് യുവർ property or system, hacking, virus, trespass, unauthorized access. Then government, terrorism, warfare, piracy. നമ്മുടെ റിലീസായ പടങ്ങളൊക്കെ അതിൻ്റെ ടെലിഗ്രാമിലും ഇതിലൊക്കെ വരുന്നൊക്കെ പൈറസിയുടെ ഒരു ഭാഗമാണ്. അൺഓതറൈസ്ഡ് ഇൻഫർമേഷൻ വിച്ച് ഇസ് ബീങ് പ്രൊവൈഡഡ്. ഇത്രയാണ് സൈബർ ലോയിൽ വരുന്ന പോർഷൻസ്. ദെൻ MSMEയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ MSME എന്താണെന്നുള്ള ഒരു പോർഷനാണ്. ഇപ്പോൾ മൈക്രോ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റും ടേൺ ഓവർ ആണ് നോക്കുക. ഈ ടേൺ ഓവർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, എക്സ്പോർട്ടിന്റെ ഭാഗം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ ലാൻഡും ഫേർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സും നമ്മൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, മൈക്രോ ആണെങ്കിൽ യു ഷുഡ് ഹാവ് 2 കണ്ടീഷൻസ് ദാറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്, നോട്ട് ഇൻ എക്സസ് ഓഫ് 1 crore ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് നോട്ട് ഇൻ എക്സസ് ഓഫ് 5 crore. സ്മോൾ ആണെങ്കിൽ ഇവിടെ ഒരു 0 ചേർത്താൽ മതി, നോട്ട് ഇൻ എക്സസ് ഓഫ് 10 crore ആൻഡ് നോട്ട് ഇൻ എക്സസ് ഓഫ് 50 crore. മീഡിയം ആണെങ്കിൽ നോട്ട് ഇൻ എക്സസ് ഓഫ് 50 crore ആൻഡ് നോട്ട് ഇൻ എക്സസ് ഓഫ് 250 crore. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ. ഓക്കെ, സോ ഐ തിങ്ക് ദ ഡിസ്കഷൻ ഇസ് ക്ലിയർ ടു എവ്രി വൺ. ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എക്സാമിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുക എന്നുള്ളൊരു ലെവലിലെ ഒബ്ജക്റ്റീവിൽ മാത്രമാണ് നോക്കിയിട്ടുള്ളത്. I think the discussion is clear to everyone. Okay, yes, thank you all and all the best for your exam.